ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് അല്പം പോലും തേങ്ങ ചേർക്കാതെ നല്ല അടിപൊളി ഒരു ചട്നിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. കണ്ടോ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചട്നിയാണ്. ഇതിലേക്ക് ഒരു തുള്ളി തേങ്ങ നമ്മൾ ചേർത്തിട്ടില്ല. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ചമ്മന്തിയാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റി കരിച്ചെടുക്കാനൊന്നും പോകണ്ട. കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വഴറ്റി കളർ മാറ്റല്ലേ, അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചട്നിയുടെ കളറിലും വ്യത്യാസം വരും. അതുകൊണ്ട് ഇത്രയും മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപ്പിടി അളവിൽ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ കപ്പലണ്ടിയിലുണ്ടല്ലോ ധാരാളം പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും പിന്നെ പ്രമേഹം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ദിവസവും കുറഞ്ഞ അളവിൽ കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചട്നി വളരെ ഹെൽത്തി അല്ലയോ. കപ്പലണ്ടിയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം പുളിയൊക്കെ വേണ്ടേ ചമ്മന്തിയാകുമ്പോൾ, അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം പിഴുപുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. 1 മിനിറ്റ് മാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഈ ഒരു ചമ്മന്തി നമുക്ക് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ മാത്രമല്ല കേട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു കടലയും സവാളയും എല്ലാം ഒന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതേ ഉള്ളൂ. ഒരുപാട് സമയമൊന്നും വേണ്ട ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട്. എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് തണുപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. കപ്പലണ്ടിയൊക്കെ നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയ ജാറിലേക്ക് നമ്മൾ ഈ കപ്പലണ്ടി എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം ഇതെല്ലാം വഴറ്റിയപ്പോൾ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തില്ല. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി അരച്ചെടുക്കാം. പിന്നെ നിങ്ങളിത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കല്ലേ. ആദ്യം വെള്ളം ചേർക്കാതെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലേ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ. അങ്ങനെ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചില ആൾക്കാർക്ക് ഈ ചമ്മന്തി എന്ന് പറയുമ്പം കുറച്ച് ലൂസായിട്ടിരിക്കണം, ചിലർക്ക് ഒത്തിരി ലൂസായിട്ടിരിക്കേണ്ട, ഇച്ചിരി കുറുകിയൊക്കെ ഇരിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വെള്ളം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഞാനങ്ങനെ ഒരുപാട് ലൂസാക്കി എടുക്കുന്നില്ല, നല്ല കുറുകിയതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മളിനി ലാസ്റ്റിലായിട്ട് കുറച്ചൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കടുകും ഉഴുന്നുപരിപ്പും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ താളിച്ചൊഴിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ഇളക്കണ്ട, ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. കണ്ടോ എന്ത് ഭംഗിയുണ്ട് കാണാൻ. കാണുന്നത് പോലെ തന്നെയല്ല, ടേസ്റ്റിലും അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ഒരു ചമ്മന്തി. അങ്ങനെ രാവിലെ നമുക്ക് ദോശയ്ക്കോ ഇഡലിക്കോ ഒക്കെ വേണ്ടി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയത്. രാവിലെ ഞങ്ങൾക്ക് റവ ഇഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്